sleep at night, so I just keep writing. I don't need no help, I don't need opinions, so don't waste my time then. I just been living online, my city don't show me no love and that's fine. Fuck local radio stations, I got more plays than all of these rappers combined. I'm going. ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ടു മോട്ടോർ വാൾട്ട്. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അന്നേരം ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റോയൽ എൻഫീൽഡ് ഹിമാലയൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് ഇന്ന് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 2 ദിവസം മുമ്പ് നമുക്ക് ഹിമാലയൻ ABS വെർഷൻ ലോഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ വണ്ടി ABS ആണ്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു കളർ ഓപ്ഷനും കൂടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അത് റിവ്യൂയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുണ്ട്. കാരണം നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ ഈ മോട്ടോർ വാൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനലിൽ ഞാൻ നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുന്ന ബൈക്കിൻ്റെ വീഡിയോസ് ഞാൻ ഇടാറുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ റേസിംഗ് കാറ്റഗറി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് RN5, RC അതുപോലുള്ള വണ്ടികൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നേക്കഡ് വണ്ടികൾ നോക്കുകയാണെങ്കിൽ നമുക്ക് NS, അതുപോലെ തന്നെ ഡ്യൂക്ക് അതുപോലുള്ള വണ്ടികൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ട്രിപ്പ് ഒക്കെ പോകുന്നവരാണെങ്കിൽ നമുക്ക് റോയൽ എൻഫീൽഡ് ക്ലാസിക് അല്ലെങ്കിൽ ബുള്ളറ്റ് 350 അതുപോലുള്ള വണ്ടികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് ഇന്ത്യയിലൊരു ഓഫ് റോഡ് വണ്ടി അല്ലെങ്കിൽ അഡ്വഞ്ചർ വണ്ടി നമുക്ക് അഫോർഡബിളായിട്ട് കിട്ടിയിരുന്നിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് ഹിമാലയൻ 2016 ലോഞ്ച് ആകുന്നത്. എനിക്ക് വന്ന അഡ്വഞ്ചർ ഓഫ് റോഡിങ് കാറ്റഗറിയിൽ ഈ വണ്ടിക്കൊരു മെയിൻ കോമ്പറ്റീഷൻ വരുന്നില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് ഈ കാറ്റഗറിയിൽ നമുക്ക് 2 വണ്ടിയാണ് കാണാൻ സാധിക്കുന്നത്. ഒന്ന് പറയുമ്പോൾ ഹോണ്ടയുടെ ആഫ്രിക്ക ട്വിൻ എന്ന് പറയുന്നൊരു വണ്ടി. അതെന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വിലയാണ് വണ്ടിക്ക് വരുന്നത്. ഏകദേശം 12 ലക്ഷം രൂപ അടുത്ത് വണ്ടിയുടെ വില വരുന്നുണ്ട്. പിന്നെ രണ്ടാമതൊരു വണ്ടി എന്ന് പറയുമ്പം BMW ഈ ഇടയ്ക്ക് ലോഞ്ചായ GS ആണ്. അതെന്ന് പറയുമ്പം ഏകദേശം 3,50,000 രൂപ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് ഈ വണ്ടിക്ക് ഒരു കോമ്പറ്റീഷൻ ഇല്ലെന്ന് പറയാം. പിന്നെ 411cc വരുന്ന ഈ വണ്ടിയുടെ എഞ്ചിൻ തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വണ്ടി ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടി ലോങ് സ്റ്റോക്ക് എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. LS4 എന്ന് പറയും. അതെന്ന് പറയുമ്പോൾ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ എല്ലാ കണ്ടീഷനിലും വണ്ടി ഒരുപോലെ പെർഫോമൻസ് ചെയ്തോളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വണ്ടിയുടെ ABSൻ്റെ വരവ് തന്നെയാണ്. 300 mm ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ 240 mm ഡിസ്ക് ബ്രേക്കും വരും. ഇപ്പം ഡുവൽ ചാനൽ ABS ആണ് വണ്ടിക്ക് വരുന്നത്. വണ്ടിയുടെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് ഓഫ് റോഡ് വണ്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. ഇപ്പോൾ വണ്ടിയുടെ സസ്പെൻഷൻ ആയാലും അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് മഡ് ഗാർഡ് ആയാലും എല്ലാം ഒരു കംപ്ലീറ്റ് ഓഫ് റോഡ് ലുക്കിലാണ് വണ്ടിക്ക് വരുന്നത്. ഇപ്പോൾ തണ്ടർബേർഡ് എക്സിലൊക്കെ വരുന്ന പോലെ വണ്ടിക്ക് അലോയ് വീലല്ല വണ്ടിക്ക് വരുന്നത്. സ്വാഭാവികമായിട്ട് ഒരു അഡ്വഞ്ചർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് സ്പോക്ക് വീലാണ് വരുന്നത്. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അഡ്വഞ്ചർ ബൈക്സിനൊക്കെ സ്പോക്ക് വീൽ വരുന്നതായിരിക്കുന്നത് ഏറ്റവും നല്ലത്. ഇപ്പോൾ 2016 വണ്ടി BS3 ആയിരുന്നപ്പോൾ തന്നെ ഒരുപാട് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് വണ്ടിക്ക് ഓയിൽ ലീക്കിങ് എഞ്ചിനിൽ വരുന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടാപ്പറ്റടി അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വണ്ടി ഇടയ്ക്ക് നിർത്തിയിട്ട് BS4 ആക്കി ഇറങ്ങുമ്പം ഒരുപാട് മാറ്റങ്ങളും അതുപോലെ തന്നെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ കുറച്ചാണ് കമ്പനി ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ വണ്ടി ഇറങ്ങിയ സമയത്ത് കാർബേറ്റർ ആയിരുന്നു. ഇപ്പോൾ വണ്ടി BS4 ആക്കിയപ്പോഴത്തേക്കും FA ആയിട്ടുണ്ട്. പിന്നെ പവറിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല. ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ മോണോഷോക്ക് സസ്പെൻഷനാണ് വരുന്നത്. ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ആദ്യത്തെ ഒരു മോണോഷോക്ക് സസ്പെൻഷനുള്ള വണ്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ റിയർ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്. എന്നിരുന്നാലും നമുക്ക് ഫ്രണ്ടിലും കുറച്ച് സോഫ്റ്റായിട്ട് നമുക്ക് അനുഭവപ്പെടും. പിന്നെ സീറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് സീറ്റാണ് വണ്ടിക്ക് വരുന്നത്. ഇപ്പം പില്ലിനായാലും അതുപോലെ തന്നെ റൈഡറിനായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വെൽ കുഷൻഡ് ആയിട്ടുള്ളൊരു സീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വരുന്നത്. നല്ല സോഫ്റ്റ് സീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കിലോമീറ്റർ ആണെങ്കിലും നമുക്കൊരു മടുപ്പ് കൂടാതെ തന്നെ നമുക്ക് റൈഡ് ചെയ്യാം. പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ മറ്റ് വണ്ടികളെയൊക്കെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസമുള്ളൊരു വണ്ടിയാണിത്. ഇനി ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു കംപ്ലീറ്റ് ഓഫ് റോഡ് ടയറാണ് വണ്ടിക്ക് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടയറാണ്. ഏകദേശം ഒരു 9,000 കിലോമീറ്റർ വരെ നമുക്ക് ലൈഫ് കിട്ടും. ഏകദേശം 4,500-4,000 ആ റേറ്റിലൊക്കെ നമുക്ക് ടയറിൻ്റെ റേറ്റ് നിൽക്കും. പിന്നെ ബാക്കിലത്തെ വീല് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വീതിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടയറാണെങ്കിൽ ഫ്രണ്ടിൽ വരെ നമുക്ക് ഒട്ടും കനമില്ലാത്ത ടയറാണ് വരുന്നത്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി ഓഫ് റോഡ് കൊണ്ട് തന്നെ ഫ്രണ്ട് വീലിൽ നമുക്ക് കനമില്ലാതായിരിക്കും വരുന്നത്. പിന്നെ എക്സോസ്റ്റ് കുറച്ച് അപ്പറൈറ്റ് പൊസിഷനിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റുള്ള റോയൽ എൻഫീൽഡ് ബൈക്കിനൊക്കെ ഉപയോഗിച്ച് എക്സോസ്റ്റ് എന്ന് വരുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ അപ്പറൈറ്റ് ഹാൻഡ്ലിംഗ് പൊസിഷനാണ് വണ്ടിക്ക് വരുന്നത്. ഇപ്പോൾ നമുക്ക് വണ്ടിക്ക് കുനിഞ്ഞൊന്നും കിടക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ വണ്ടിക്ക് സിംഗിൾ പീസ് ഹാൻഡിൽ ബാറാണ് വരുന്നത്. പിന്നെ സ്വിച്ചിലൊന്നും വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഒരു ചോക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിക്ക് ഇപ്പം BS4 ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഹെഡ്ലൈറ്റ് ഓഫ് ആക്കാനുള്ള കാര്യങ്ങളൊന്നും ഓപ്ഷനിലൊന്നും വരുന്നില്ല. റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മീറ്ററും കാര്യങ്ങളൊക്കെയാണ് ഹിമാലയത്തിന് വരുന്നത്. ഇപ്പോൾ ABSൻ്റെ മീറ്റർ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, RPM മീറ്റർ, ടെമ്പറേച്ചർ, ട്രിപ്പ് മീറ്റർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് ഒരു സെൻറ്റർ സ്റ്റാൻഡ് വരുന്നുണ്ട്. ഇപ്പം ഡോമിനറിലൊക്കെ ആണെങ്കിൽ വരത്തില്ല കേട്ടോ. പിന്നെ ഇവരുടെ റൈഡിംഗ് പോസ്റ്ററിൻ്റെയും അതുപോലെ തന്നെ സിറ്റിംഗ് പോസ്റ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അത്ര വലിയ നീളമൊന്നുമില്ല. എന്നിരുന്നാലും ആവറേജ് നീളമുണ്ട്. എനിക്ക് ഫുള്ളായിട്ട് കാല് താഴെ കുത്താൻ സാധിക്കുന്നില്ല.
പിന്നെ വണ്ടിക്ക് 191 കിലോ ഭാരമാണ് വണ്ടിക്ക് വരുന്നത്. പലരും പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഹെവിനെസ് ഒന്നും താങ്ങാൻ പറ്റത്തില്ലെന്ന്. എന്നിരുന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഓടിച്ചപ്പോഴും അല്ലെങ്കിൽ വണ്ടി ചരിച്ചപ്പോഴൊന്നും എനിക്ക് ഈ വണ്ടിയുടെ ഹെവിനെസ് ഒന്നും ഫീൽ ചെയ്തില്ല. അല്ലെങ്കിൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഫുഡ് പക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് റൈഡറിൻ്റെ കാലിന് നേരെ തന്നെയാണ് വണ്ടിയുടെ ഫുഡ് പക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു എക്സോസും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നിലവാരവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബിൽഡ് ക്വാളിറ്റിയാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ കൂടുതൽ ഓഫ് റോഡിങ്ങിനും അതുപോലെ തന്നെ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഫ്യൂൾ ടാങ്ക് വരുന്നത് 15 ലിറ്ററാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് വണ്ടിക്ക് സ്വിച്ചബിൾ ആയിട്ടുള്ള ABS കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊടുക്കേണ്ടത്. കാരണം ഇപ്പോൾ ഒരു കൂടുതലും ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് സ്വിച്ചബിൾ ആയിട്ടുള്ള ABS കൊടുക്കുന്നതായിരുന്നു നല്ലത്. പിന്നെ ഈ വണ്ടിയുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈവേ ഓടിച്ചാൽ മാത്രം പോരാ, നിങ്ങളിപ്പോൾ ഓഫ് റോഡിന് വണ്ടി കൊണ്ടുവന്ന് ഇറങ്ങണം. പൊന്നും മോനെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരുന്നത്. ഓഫ് റോഡിനൊക്കെ ഇറങ്ങിയിട്ട് വണ്ടി എണ്ണീറ്റിന്നൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വണ്ടി വേറെ ലെവലായിട്ട് മാറും. പിന്നെ 220 mm ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. 1,90,000 രൂപയാണ് സ്റ്റാൻഡേർഡ് വേരിയൻറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡുവൽ ചാനൽ ABS വരുന്ന ഈ വണ്ടിക്കാണെങ്കിൽ ഏകദേശം 2,20,000 രൂപ അടുത്ത് വരും. പിന്നെ 400 cc ഒക്കെ വെച്ച് നോക്കുമ്പോൾ വണ്ടിയുടെ സർവീസ് കോസ്റ്റും മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ ഫസ്റ്റ് സർവീസ് എന്ന് പറയുമ്പോൾ ഏകദേശം കഷ്ടിച്ച് പോയ ഏകദേശം 1,100 രൂപ അടുത്ത് വരുന്നുള്ളൂ. 500 കിലോമീറ്റർ ആകുമ്പോഴാണ് ഫസ്റ്റ് സർവീസ് വരുന്നത്. പിന്നെ സെക്കൻഡ് സർവീസ് എന്ന് പറയുന്നത് ഏകദേശം 2,500 കിലോമീറ്ററിലാണ്. പിന്നെ ഓയിൽ ഫിൽറ്ററും അതുപോലെ തന്നെ ഓയിലും മാറുന്നതുകൊണ്ട് തന്നെ 500 600 ആ റേഞ്ചിലാവുന്നേ ഉള്ളൂ. പിന്നെ ഡോമിനറിലൊന്നും പോലെ നമുക്ക് സ്പീഡ് എടുത്ത് വലുതായിട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് മാക്സിമം ഒരു 100 90 അല്ല 110 വരെ നമുക്ക് വണ്ടിക്കകത്ത് പോകാൻ പറ്റും. പിന്നെ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ഇനീഷ്യൽ പവറാണ് വണ്ടിക്ക് വരുന്നത്. ഏകദേശം 24 bhp ആണ് വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ 32 Nm ടോർക്ക് നമുക്ക് 4000 RPM വരും. പിന്നെ മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു 30-35 പ്രതീക്ഷിക്കാം. ഒരു 400 cc എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായത്തിൽ മൈലേജും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വണ്ടിയുടെ ഫിനാൻസ് കാര്യങ്ങളും അതുപോലെ തന്നെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. പിന്നെ 400 cc വരുന്നുണ്ടെങ്കിലും ബിഗിനേഴ്സിന് പറ്റിയൊക്കെ ഒരു വണ്ടിയാണ്. ഞാൻ ഈ വണ്ടിയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ എപ്പം ബൈക്കിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടാലും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.